മറ്റൊരു തെറ്റിദ്ധാരണ, സംഘടന നിങ്ങൾക്കുണ്ടല്ലോ, നിങ്ങൾ സംഘടനയില്ലാത്ത സംഘടനയല്ലേ എന്നാണ് ചോദിക്കുക. സംഘടനയില്ലാത്ത സംഘടന. നമ്മൾ നമ്മളെ കുറിച്ച് പറയുന്നു, നമുക്ക് സംഘടനയില്ല. നമ്മൾ നമ്മളെ കുറിച്ച് പറയാണ്, ഓക്കെ, സംഘടനയില്ല നമ്മൾ പറയാം. എന്നാൽ വേറൊരാൾ വന്നിട്ട് പറയാണ്, അത് പറഞ്ഞാൽ പറ്റൂല, പക്ഷെ നിങ്ങൾക്ക് സംഘടനയുണ്ട്. എന്നിട്ട് അതിനെന്താണ് അവർ പറയുന്നത്? അവർ കണ്ടില്ലേ, പ്രസംഗം വെക്കുന്നു, ആളുകൾ കൂടുന്നു. ഇതെങ്ങനെ ഉണ്ടായത്? സംഘടനയിലൂടെയല്ലേ. എന്നാൽ നമ്മൾ അതിന് മുന്നേ മറുപടി പറഞ്ഞതാണ്. അതിന് മറുപടി എന്താണ്? മലയാളം തിരിച്ചറിയാൻ കഴിഞ്ഞാൽ അതിന് മറുപടിയായി. മലയാളത്തിന്റെ അർത്ഥം വായിക്കാൻ അറിഞ്ഞാൽ അതിന് മറുപടി അവർക്ക് തന്നെ കിട്ടി. ഒരു കൂട്ടം ആളുകൾ ഇരുന്നാൽ അതിനെ സംഘടന എന്ന് പറയുകയില്ല. ഒരു കൂട്ടം ആളുകൾ നടന്നുപോയാൽ അതിനെ സംഘടന എന്ന് പറയുകയില്ല. ഒരു കൂട്ടം ആളുകൾ, ഉദാഹരണത്തിന് ഒരു വീട്ടിൽ കല്യാണമുണ്ട്, അവിടെ എന്ത് ചെയ്യും? അവിടെ കാർന്നവരുണ്ടാവും, അതുപോലെ തന്നെ കീഴിൽ പല ആളുകൾ ഉണ്ടാവും. അപ്പൊ കല്യാണ സംഘടന, അങ്ങനെ ഒരു സംഘടന ഉണ്ടോ? അവിടെ കാർന്നവർ പലതും തീരുമാനിക്കും, അതുപോലെ തന്നെ ആളുകൾ അതിന് സഹകരിക്കും. ബിരിയാണി വെക്കുന്ന ആളെ ഏൽപ്പിക്കാൻ ഇവട്ടെ എന്ന് പറയും. അതുപോലെ തന്നെ സീറ്റും കസാരൊക്കെ ഏൽപ്പിക്കാൻ ഇവൻ പോട്ടെ എന്ന് പറയും. അപ്പോ ഇത് കല്യാണ സംഘടന. അങ്ങനെ പറയോ? പറയൂല. മലയാളം അറിയുന്നവൻ പറയുകയില്ല. പക്ഷെ ഇവർ എന്ത് ചെയ്യും? തെളിവാക്കി കൊണ്ടുവരും, സംഘടനക്ക് തെളിവാക്കി കൊണ്ടുവരും. കല്യാണ വീട്ടിൽ നോക്ക് നിങ്ങൾ, അവിടെ നമ്മൾ എന്താണ് ഒരു ആവശ്യം ഉണ്ടെങ്കിൽ അപ്പൊ നമുക്കൊരു നേതൃത്വം വേണ്ടേ, ഇന്നതിന് ഇന്ന ആള് വേണ്ടേ, അപ്പൊ ഒരു സംഘടന വേണ്ടേ എന്ന് ചിലപ്പോ നമ്മളോട് തെളിവുമായി ഇങ്ങോട്ട് വരും. അപ്പൊ നമുക്ക് എന്താണ് പറയാനുള്ളത്? നിങ്ങൾ മലയാളം പഠിക്കൂ. നിങ്ങൾ എന്ത് ചെയ്യണം? മലയാളം പഠിക്കുക എന്നതാണ് നമുക്ക് പറയാനുള്ളത്. എന്നിട്ട് എന്താ ചെയ്യുക? എന്നിട്ട് എന്ത് ചെയ്യുമെന്ന് പറഞ്ഞാൽ, സംഘടന സംഘമായി നിൽക്കാൻ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുള്ള ഹദീസുകളെ കൊണ്ടുവന്നു. എന്നിട്ട് എന്ത് ചെയ്യും? കണ്ടില്ലേ, സംഘടന ഉണ്ടാക്കാൻ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിരിക്കുന്നു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സംഘത്തിലേക്ക് ചേരാൻ വേണ്ടി പറഞ്ഞതൊക്കെ സംഘടനയിലേക്ക് ചേരാൻ വേണ്ടിയാണോ? അതിന് സംഘടന എന്ന് അർത്ഥം വെക്കാൻ പറ്റുമോ? ഇതൊക്കെ നമ്മൾ പഠിപ്പിക്കേണ്ട ആവശ്യമുണ്ടോ? യഥാർത്ഥത്തിൽ അതവർക്കറിയാവുന്ന കാര്യങ്ങളാണ്. പക്ഷെ അവരുടെ ഉദ്ദേശം അറിയുന്നത് പറയലല്ല, മറിച്ച് ആളുകളെ തെറ്റിദ്ധരിപ്പിക്കലാണ്. ഉദാഹരണത്തിന്, ഇവരുടെ കൂട്ടത്തിലുള്ള ഒരാളാണ് PN അബ്ദുൽ ലത്തീഫ് മദനിയുടെ മകൻ PN അബ്ദുറഹ്മാൻ. ആള് പറയണമെന്ന് നോക്കി നോക്ക്. ഹദീസുകളിലൊക്കെ ഈ അർത്ഥത്തിൽ വന്നിട്ടുള്ള അൽ ജമാ എന്ന് പറയുന്നത് ഇതാണ്: ഭരണകർത്താവും പ്രജകളും സ്വഹാബത്ത് നിലകൊള്ളുന്ന മാർഗത്തിൽ നിലകൊള്ളുന്നവർ. സംഘടന അല്ലെങ്കിൽ വ്യക്തികൾ എന്നൊന്നും അല്ല. അത് നമ്മളതിന്റെ കൂടെ മനസ്സിലാക്കുക. കാരണം കേരളത്തിൽ ഒരു കാലഘട്ടത്തിൽ ഇത്തരത്തിലുള്ള ചില ദുർവ്യാഖ്യാനങ്ങൾ ചില ആളുകളുടെ പക്ഷത്തിൽ നിന്ന് വന്നതായി നമുക്ക് കാണാൻ സാധിക്കും. അൽ ജമാ എന്ന് പറഞ്ഞാൽ അതുകൊണ്ട് ഉദ്ദേശം സംഘടനയാണ്. സംഘടനയിൽ നിന്ന് മാറിയാൽ മാറ്റമീത്തൻ ജാഹിലിയ എന്നൊക്കെയുള്ള ഒരു പാരായണം ചെയ്തുകൊണ്ടിരിക്കുന്നത്. സംഘടനയിൽ നിന്ന് മാറിയാൽ അത് അൽ ജമാഅത്തിനെ വിടലാണ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ആദർശ വിശദീകരണങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നത് ഇപ്പോൾ ആരാണ്? അബ്ദുൽ മാലിക് സലഫി മർലിംഗ് എന്ന് പറയുന്ന ഇന്ന് ആദർശ വിശദീകരണം എന്ന് പറഞ്ഞുകൊണ്ട് ആദർശ വിശദീകരണം, അഹ്ലുസുന്നത്തിന്റെ ആദർശ വിശദീകരണമല്ല, മറിച്ച് വിസ്ഡത്തിനൊരു ആദർശമുണ്ട്, അത് വിശദീകരിക്കുകയാണ്. അതിലവർ പ്രത്യേകം അവർക്ക് പറയാനുള്ള കാര്യം, അലൈക്കും ബിൽ ജമാഅ, നിങ്ങൾ അൽ ജമാഅത്തിന്റെ കൂടെ നിൽക്കണം. ഉലമാക്കൾ പറഞ്ഞിട്ടുണ്ട് അൽ ജമാഅത്തിന്റെ കൂടെ നിൽക്കൽ വാജിബാണ് എന്ന് പറഞ്ഞിട്ട് പറയൂ ഉണ്ടല്ലേ. സുന്നത്തിന്റെ ഉലമാക്കളെല്ലാം പറഞ്ഞത് സംഘടന അത് വാജിബാണ് എന്നാണ്. അൽ ജമാഅ എന്ന് പറഞ്ഞാൽ സംഘടനയാണ്, സംഘടന അത് വാജിബാണ് എന്നാണ് പറയുന്നത്. എന്നാൽ യഥാർത്ഥത്തിൽ അൽ ജമാഅ എന്താണ്? അൽ ജമാഅ എന്ന് പറഞ്ഞാൽ സത്യത്തിനോട് യോജിച്ചതാണ് എന്ന് ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു അദ്ദേഹമാണ് നമുക്ക് പറഞ്ഞു തരുന്നത്. ഇമാം അബൂ ശാമ റഹിമഹുല്ലാഹ് അദ്ദേഹം പറയുകയാണ്, വഹൈതു ജാഅ ബിലുസൂമിൽ ജമാഅ ഫൽമുറാദു ബിഹി ലുസൂമുൽ ഹഖ് വത്തിബാഉഹു. എവിടെയൊക്കെയാണ് അൽ ജമാഅ എന്ന് വന്നിട്ടുള്ളത് അവിടെയൊക്കെ അതിന്റെ അർത്ഥം സത്യത്തിനെ
അതിന്റെ കൂടെ നിൽക്കലും അതിനെ പിന്തുടരലുമാണ്. അത് മുറുകെ പിടിച്ചിട്ടുള്ളവർ കുറച്ചും അതിനെ എതിർക്കുന്നവർ കുറയുമാണെങ്കിലും ശരി, ആളുകൾ കൂടുതലുണ്ട് എന്നതല്ല അൽ ജമാഅ. لأن الحق الذي كانت عليه الجماعة الأولى من النبي صلى الله عليه وسلم وأصحابه عنهم رضي الله عنهم ولا ينظر إلى كثرة أهل الباطل بعدهم. എന്തുകൊണ്ടെന്നാൽ അൽ ജമാഅ എന്ന് പറഞ്ഞാൽ ഒന്നാമത്തെ അൽ ജമാഅ അതുണ്ടായത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമും അതുപോലെ തന്നെ സ്വഹാബത്തും പിന്തുടർന്നതായ ആ ഹക്കിലാകുന്നു. അല്ലെങ്കിൽ ഹക്ക് എന്നത് ആ ജമാഅത്തിന്റെ കൂടെയാകുന്നു. അതിനുശേഷം ബാത്തിലിന്റെ ആളുകളുടെ വർധനവ് നമ്മൾ നോക്കേണ്ടതില്ല. എന്നിട്ട് അതിന് തെളിവെന്താണ്? ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു പറഞ്ഞ കാര്യമാണ്. വഇന്നൽ ജമാഅത മാ വാഫഖൽ ഹഖ് വഇൻ കുൻത വഹ്ദക. നീ ഒറ്റക്കാണെങ്കിലും ഹക്കിനോട് യോജിച്ചതാണ് ജമാഅത്ത്. ഇമാം ഇബ്നുൽ ഖയ്യിം റഹിമഹുല്ലാഹ് അദ്ദേഹം പറയുക, വഅലം, അദ്ദേഹം തന്റെ ഇഅ്ലാമുൽ മുവഖ്ഖഈൻ അൻ റബ്ബിൽ ആലമീൻ എന്ന ഗ്രന്ഥത്തിൽ നമ്മളെ അറിയിക്കുകയാണ്. വഅലം, നീ അറിയുക, അന്നൽ ഇജ്മാഅ വൽ ഹുജ്ജത വസ്സവാദൽ അഅ്ദം ഹുവൽ ആലിമു സാഹിബുൽ ഹഖ്. ആരാണ് അൽ ഇജ്മാ എന്ന് പറഞ്ഞാൽ? എന്താണ് അൽ ഹുജ്ജ എന്ന് പറഞ്ഞാൽ? അതായത് അൽ ജമാഅ ആരാണത്? നീ അറിയുക, ഹുവൽ ആലിമു സാഹിബുൽ ഹഖ്, സത്യത്തിന്റെ ആളായ ഒരു ആലിമാകുന്നു അത്. സത്യത്തിന്റെ ആളായ ഒരു ആലിമാകുന്നു അത്. ഇമാം ഇസ്ഹാഖ് ഇബ്നു റാഹ്വിയ അദ്ദേഹം എന്ത് ചെയ്യുന്നുണ്ട്? അദ്ദേഹം നമുക്കത് പഠിപ്പിച്ചു തരുന്നുണ്ട്. എന്താണ് അദ്ദേഹം പറയുന്നതായി ഇബ്നുൽ ഖയ്യിം റഹിമഹുല്ലാഹ് അദ്ദേഹം ഉദ്ധരിക്കുന്നുണ്ട്. അദ്ദേഹം പറയുന്ന ഇബ്നു ഇസ്ഹാഖ് ഇബ്നു റാഹ്വിയ അദ്ദേഹം പറയുന്നത്, ആളുകൾ കരുതിയിട്ടുള്ളത് ഒരുപാട് ആളുകൾ ഉള്ളതാണ് അൽ ജമാഅ എന്നാണ്. എന്നാൽ അൽ ജമാഅ എന്നാൽ അത് മുഹമ്മദ് ഇബ്നു അസ്ലം ആകുന്നു റഹിമഹുല്ലാഹ്. അദ്ദേഹം സലഫുകളിൽപ്പെട്ട വലിയൊരു പണ്ഡിതനാണ്. അൽ ജമാഅ എന്ന് പറഞ്ഞാൽ മുഹമ്മദ് അസ്ലമും അദ്ദേഹത്തിന്റെ കൂടെയുള്ളവരുമാണ് എന്ന് ആര് പറയുകയാണ്? ഇമാം മുഹമ്മദ് ഇസ്ഹാഖ് ഇബ്നു റാഹ്വിയ അദ്ദേഹം പറയുന്നത് നമുക്ക് കാണുവാൻ സാധിക്കും. എന്നിട്ട് പറയുകയാണ്, അദ്ദേഹത്തിനെ ഞാൻ ഇത്ര വർഷമായി കാണാൻ തുടങ്ങിയിട്ട് ഇന്നേ വരെ അദ്ദേഹം സത്യത്തിന്റെ പാതയിൽ ഉറച്ചു നിൽക്കുന്ന ആളായിട്ടാണ് ഞാൻ കണ്ടത് എന്ന ആശയം വരുന്ന സംസാരം അദ്ദേഹം സംസാരിക്കുകയാണ്. ഇസ്ഹാഖ് ഇബ്നു റാഹ്വിയ റഹിമഹുല്ലാഹു തആല അദ്ദേഹം സംസാരിക്കുകയാണ്. സഹോദരങ്ങളെ, ഇതാണ് അൽ ജമാഅ. ആരാണോ സത്യത്തെ മുറുകെ പിടിക്കുന്നത് അതാണ് അൽ ജമാഅ, അതാണ് സംഘം. ആരാണോ ആ സത്യത്തെ പിടിക്കുന്ന ആളുടെ കൂടെയുള്ളത് അതാണ് സംഘം എന്നത് നമ്മൾ മനസ്സിലാക്കണം. പല ആളുകൾക്കും സംഘം അതുപോലെ തന്നെ സംഘടന എന്നൊക്കെ പറയുമ്പോ തിരിച്ച് അതുപോലെ തന്നെ സംഘടനയുടെ പ്രശ്നം ചോദിക്കുമ്പോൾ നമ്മൾ പറയാറുള്ള ഒരു കാര്യമാണ് ഹിസ്ബിയത്ത് സംഘടനയുടെ ഒരു പ്രശ്നമായി വരും. ഹിസ്ബിയത്ത് സംഘടനയുടെ ഒരു പ്രശ്നമായി കടന്നു വരുന്ന ഒരു കാര്യമാണ് നമ്മൾ പറയാറുണ്ട്. നമ്മൾ പറഞ്ഞതല്ല, മറിച്ച് സംഘടന ഹറാമാണ്, പാടില്ല എന്ന് പറഞ്ഞ ഒരുപാട് ഉലമാക്കൾ പഠിപ്പിച്ചു തന്ന കാര്യമാണത്. ശൈഖ് മുഖ്ബിൽ റഹ്മത്തുള്ളാഹി പോലുള്ള ഉലമാക്കൾ നമുക്ക് പറഞ്ഞു തന്ന കാര്യമാണ്. അതിലെന്താണുള്ളത്? ഹിസ്ബിയത്ത് ഒരു പ്രശ്നമാണ്. അപ്പൊ അവര് നമ്മളോട് തിരിച്ചു ചോദിക്കും, അതെന്താ? സംഘടന ഇല്ലെങ്കിൽ ഹിസ്ബിയത്ത് ഉണ്ടാവുകയില്ലേ? സംഘടന ഇല്ലെങ്കിൽ ഹിസ്ബിയത്ത് ഉണ്ടാവുകയില്ലേ? നമുക്ക് ആർക്കും സംശയമില്ല അങ്ങനെ ഉണ്ടാവുകയില്ലേ എന്നുള്ളത് നമുക്ക് സംശയമില്ല. നമ്മളത് നേരിൽ കാണുന്നുണ്ട്. പല ആളുകളും അവർക്ക് സംഘടനകളില്ല. മുജാഹിദ് പ്രസ്ഥാനത്തിൽ നിന്നും പിരിഞ്ഞുപോയ വിഭാഗമാണ് നമ്മളുടെ നാട്ടിൽ പരന്നടങ്ങിൽ പല നിലയ്ക്കും നമ്മൾ സ്ക്രീനിലൂടെ മിന്നി പറയുന്ന ഒരു കൂട്ടം. ആ കൂട്ടം ഞങ്ങൾക്ക് സംഘമില്ല. അവർ തിരിച്ചു ചോദിക്കുകയാണ്, സംഘമില്ലാതെ ഹിസ്ബിയത്തുള്ള ഒരു സംഘമല്ലേ ഇത് എന്നവർ തിരിച്ചു ചോദിക്കുന്നത് ശരിയാ. ഹിസ്ബിയത്തുണ്ടാകാൻ സംഘടന ആവശ്യമില്ല. പക്ഷേ സംഘടന ഉണ്ടായാൽ ഹിസ്ബിയത്ത് ഉണ്ടാകാനുള്ള അവസരം അല്ലെങ്കിൽ ചാൻസ് അത് വളരെ കൂടുതലാണ്. ഡോക്ടർമാർ അവർ പുകവലിക്കാർക്ക് നസീഹത്ത് കൊടുക്കും, പുകവലിക്കണ്ട, അത് ക്യാൻസർ ഉണ്ടാക്കും.
അപ്പൊ തിരിച്ച് പുകവലിക്കാരോട് ചോദിക്കും, അതെന്താ പുകവലിക്കാത്തവർക്ക് ക്യാൻസർ വരൂലേ? അപ്പൊ ഡോക്ടർ പറയും, ഇതല്ല ഞാൻ ഉദ്ദേശിച്ചത്. പുകവലിക്കാത്തവർക്കും ക്യാൻസർ ഉണ്ടാകും, പക്ഷെ പുകവലിക്കാരന് ക്യാൻസർ ഉണ്ടാകാനുള്ള ചാൻസ് അധികമാണ്, അത്യധികമാണ്. സംഘടനയിൽ ചാൻസോ അതിനേക്കാൾ അധികമാണ്. നമ്മൾ എത്രയാണത് കണ്ടത്? സംഘടനയ്ക്ക് വേണ്ടി എന്ത് പറയുന്ന അവസ്ഥയിലേക്ക് ഇവർക്ക് ആർക്കാണ് അറിയാത്തത്? അൽ ജമാഅ എന്ന് പറഞ്ഞാൽ സംഘടനയല്ല എന്ന് ആർക്കാണ് അറിയാത്തത്? പക്ഷെ സംഘടനക്ക് വേണ്ടി അത് പറയുന്നു. ഇതെന്തുകൊണ്ടാണ്? തന്റെ കക്ഷിയെ വിജയിപ്പിച്ചെടുക്കാൻ വേണ്ടിയാണ്. എന്നിട്ട് തിരിച്ചൊരു ചോദ്യം ചോദിക്കും, നിങ്ങളോ, അതായത് നമ്മളോടും, നിങ്ങളോ, നിങ്ങൾക്ക് ഹിസ്ബിയത്തല്ലേ, ഞങ്ങളുടെ ആലിമീങ്ങളെ നിങ്ങൾ എടുക്കോ, ഞങ്ങളിപ്പോ നിങ്ങളുടെ കൂടെ വന്നാൽ അപ്പൊ നിങ്ങൾ അറിവുകളായി. കഴിഞ്ഞ ദിവസം പൊതുമൈലത്ത് വെച്ച് നടന്ന ഒരു സംസാരത്തിൽ ഫൈസൽ മൗലവി സംസാരിച്ച ഒരു കാര്യമാണത്. എന്താണത്? ഞാനിപ്പോ അവരുടെ കൂടെ അങ്ങോട്ട് പോയാൽ തന്നെ അവർ വലിയ സംഭവമാക്കി വെക്കും. മനസ്സിലാകുന്നുണ്ടോ? അങ്ങനെ ഇപ്പോ അങ്ങോട്ട് വന്നാൽ ഇങ്ങനെ സോപ്പും വെള്ളത്തിലിട്ട് കൈകിടിക്കുന്ന സംഭവം ഒന്നും നമ്മളിലില്ല. മറിച്ച് നമുക്ക് അതിൻ്റെതായ നിലപാടുകളുണ്ട്. ഒരാളുടെ തൗബ അത് ശരിയാണോ നോക്കണം, അതൊക്കെ അവിടെ നിൽക്കട്ടെ. ഞങ്ങൾക്കൊരിക്കലും വാദമില്ല, നിങ്ങൾക്ക് അല്പമെങ്കിലും കൂട്ടി വായിക്കാൻ അറിയണ്ട എന്ന് നമുക്ക് ഒരു വാദവുമില്ല. അതുപോലെ തന്നെ പിഴച്ച കക്ഷികൾക്കൊന്നും ഇൽമില്ലാത്തവരാണ്, അതായത് അവർക്ക് അല്പം വായിക്കാൻ അറിയില്ല, അതിന്റെ അർത്ഥം വെക്കാൻ അറിയില്ല, നമുക്ക് വാദമില്ല. പക്ഷേ നമുക്ക് വാദമുള്ളത് ഇൽമ സ്വീകരിക്കണമെങ്കിൽ അവൻ അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിന്റെ ആളായിരിക്കണം. ഫൈസൽ മുസ്ലിയാർ തന്നെ, ഇതേ മനുഷ്യൻ തന്നെ അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിന്റെ ബാധയിലേക്ക് വന്നു കഴിഞ്ഞാൽ നമുക്കെന്താണ് തടസ്സം? നമുക്കെന്താണ് തടസ്സം? അദ്ദേഹത്തിന് ഇൽമുണ്ടെങ്കിൽ അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിന്റെ ബാധയിൽ അടിയുറച്ചു നിൽക്കുന്ന സദാത്തി നമുക്ക് ബോധ്യപ്പെട്ടാൽ നമുക്ക് അയാളാണ് എന്നതിൽ എന്താണ് പ്രയാസം? നമുക്കൊരു പ്രയാസവുമില്ല. അത് ഒരു സംഘടനയിലെ മെമ്പർഷിപ്പ് അല്ല, മറിച്ച് ബാത്തിലിന്റെ അഭിപ്രായങ്ങളും കക്ഷിയെയും ഒഴിവാക്കുകയും അലൈഹി വസല്ലമയുടെ സ്വഹാബത്തിനെ പിന്തുടരുന്ന ഈ കക്ഷിയിൽ ചേരുകയും വേണം. അതെ, അങ്ങനെ ഒരു കക്ഷിയുണ്ട്. നിങ്ങൾക്കും വലിയ കക്ഷി, അതെ ഞങ്ങൾക്കും കക്ഷിയുണ്ട്, ഞങ്ങൾക്ക് കക്ഷിയുണ്ട്, ഞങ്ങൾ കക്ഷിയാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, സതഫ്തരിഖു ഉമ്മത്തി അലാ 73 ഫിർഖ, എന്റെ ഉമ്മത്ത് 73 കക്ഷിയായി പിരിയും. കുല്ലുഹാ ഫിന്നാർ, എല്ലാ കക്ഷിയും നരകത്തിലാണ്. ഒരു കക്ഷി ഒഴികെ. ആ ഒരു കക്ഷിയാണ് നമ്മൾ. അത് കേരളത്തിൽ നമ്മൾ കൂട്ടിക്കുഴച്ചുണ്ടാക്കിയ ഒരു നിലപാടോ ഒരു കക്ഷിയോ അല്ല, ഒരു സംഘമല്ല. കേരളത്തിൽ നമ്മൾ ഉണ്ടാക്കാൻ നിന്നിട്ടില്ലൊന്നും. പല ആളുകളും മേഡിൻ എവിടെ എന്ന് വെച്ചാൽ എന്താ പറയാ? മേഡിൻ കേരളയാ. കഴിഞ്ഞ ദിവസങ്ങളിൽ സംസാരിച്ച സംസാരം, അതിലൊരു സംസാരമായിരുന്നു, പല ആളുകളും പറയുന്നു അബൂ മുഫ്ലിഹാണ്. അല്ലാതെ ആവശ്യം ആരോടെ സംസാരിച്ചതായിട്ട് നമുക്ക് അങ്ങനെ പ്രത്യേകിച്ച് ഓർമ്മയിലില്ല. അതായത് റഷീദ് റിദയും അതുപോലെ തന്നെ ജമാലുദ്ദീൻ അഫ്ഗാനിയും മുഹമ്മദ് അബ്ദയും ഒക്കെയാണ് ഇവരുടെ നവോത്ഥാന നായകന്മാർ. അവരുടെ തൂലിക തുണ്ടുകളിൽ പിറന്ന ആശയങ്ങളിലാണ് ഇവിടത്തെ ആവേശവും ഇവിടത്തെ ദഅവത്തും തുടങ്ങിയിട്ടുള്ളത്. അത് പറഞ്ഞപ്പോ പറഞ്ഞു, നമ്മൾക്ക് ആ ആവേശം മാത്രമേ ഉള്ളൂ, ആശയങ്ങളില്ല. ആവേശം മാത്രമേ ഉള്ളൂ, ആശയങ്ങളില്ല. അപ്പൊ എന്താണ്? റഷീദ് റിദയും അതുപോലെ തന്നെ കൂട്ടരും മെസ്സറിൽ ഉണ്ടാക്കിയ ആവേശം ഇവിടെ എടുത്ത് കൊഴുത്ത് ഉണ്ടാക്കിയ വേറൊരു സാധനമാണ്, ഒരു കേരള മോഡൽ വിപ്ലവമാണ് ഇവിടെ ഉണ്ടായിട്ടുള്ളത്. 1921 ഉണ്ടായിട്ടുള്ളത് അങ്ങനെയാണ് എന്നാണ് ഈ പറഞ്ഞതിന്റെ സാരം. അതല്ലെങ്കിൽ അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിന് എന്തിനാണ് റഷീദ് റിദ, എന്തിനാണ് മുഹമ്മദ് അബ്ദാൻ, എന്തിനാണ് ജമാലുദ്ദീൻ അഫ്ഗാനി? എന്താവശ്യമുണ്ടാവും? അതെന്താ? അതിനു മുമ്പ് ജമാലുദ്ദീൻ അഫ്ഗാനിക്ക് മുമ്പ് ഇവിടെ അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിന്റെ ദഅവത്തില്ലേ? റഷീദ് റിദക്ക് മുമ്പ് അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിന്റെ ദഅവത്തിൽ ലോകത്തിനോ? പക്ഷേ ഇവർ സ്വീകരിച്ചത് അവിടെ നിന്നാണ്. അത് ഇവിടെയുള്ള മരണപ്പെട്ടുപോയ മുൻകാല നേതാക്കളിൽ പലരും അവരുടെ ജീവചരിത്രത്തിൽ എഴുതിച്ചത് സൗദി അറേബ്യയിൽ നമ്മളുടെ ദഅവത്തിന് വേണ്ടി വരുന്ന സ്വാതന്ത്ര്യമില്ല എന്ന്. ആഗ്രഹിച്ചത്ര സ്വാതന്ത്ര്യം എവിടില്ല. സലഫിയത്തിന്റെ ദഅവത്തിന് അവിടെ സ്വാതന്ത്ര്യമില്ല.
സൗദി അറേബ്യയിൽ സ്വാതന്ത്ര്യമില്ല. അന്നത്തെ വലിയ വലിയ മശായിഖന്മാരുടെ അടുക്കൽ സ്വാതന്ത്ര്യമില്ല. എന്നിട്ട് ഇവിടെ വന്നിട്ട് ദഅവത്ത് നടത്തി അനുഭവങ്ങളും ചരിത്രങ്ങളും കുറിക്കുകയാണ്. ആ ചരിത്രത്തിലെ നേട്ടങ്ങൾ എഴുതുകയാ. ഖമറുന്നിസയെ നമ്മളാണ് എന്ത് ചെയ്തത്? രാഷ്ട്രീയത്തിൽ ഇറക്കി മെമ്പറാക്കിയത്. ഈ സ്വാതന്ത്ര്യം ഏതായാലും എവിടെ കിട്ടൂല? സൗദി അറേബ്യയിൽ കിട്ടൂല. ഈ സ്വാതന്ത്ര്യം റഷീദ് റിള കൊടുത്ത സ്വാതന്ത്ര്യമാണ്. 2002 അബൂ മുഫ്ലി സുബ്ഹാനല്ലാഹ് എവിടെ നിന്നാണ് കൊണ്ടുവന്നത് നമുക്കറിയില്ല. 2002 വിളർപ്പിന്റെ സമയത്ത് ഒരു പ്രബന്ധം തയ്യാറാക്കുന്നു. അവിടെ ചർച്ചയ്ക്ക് വരുന്നു മസീഹ് ഈസാ അലൈഹിസ്സലാം ജീവിച്ചിരിക്കുന്നുണ്ടോ ഇല്ലയോ, കടന്നു വരുമോ ഇല്ലയോ, ചർച്ചയാണ്. ഒരു സലഫി സംഘടന അല്ലെങ്കിൽ സലഫി സംഘത്തിനുള്ളിൽ ചർച്ച ചെയ്താ ഈസാ അലൈഹിസ്സലാം വരുമോ വരൂലേ? സലഫി ചർച്ച ചെയ്യുന്ന ആളുകളുടെ പേരെന്താണ്? സലഫി. ആ പേരും ഈ ചർച്ചയും തമ്മിൽ എന്ത് ബന്ധമാണുള്ളത്? 2002 ചർച്ച ചെയ്യുന്നു. ഒരു കൂട്ടം പറയുന്നു വരൂല, മരിച്ചുപോയി. മറ്റൊരു കൂട്ടം പറയുന്നു വരൂ, മരിച്ചിട്ടില്ല. വേറൊരു കൂട്ടം പറയുന്നു മരിച്ചവർക്ക് മരിച്ചു, മരിക്കാത്തവർക്ക് മരിച്ചിട്ടില്ല, വരുന്നവർക്ക് വരും, വരാത്തവർക്ക് വരൂല. അതിലാരും തല്ല് പിടിക്കേണ്ട ആവശ്യമില്ല. അതൊരു ചർച്ചാ വിഷയമോ തർക്ക വിഷയമോ ആക്കേണ്ടതില്ല. മൻഹജിയായ പ്രശ്നവുമല്ല അത്. അതിനെക്കുറിച്ച് ശൈഖ് ഇബ്നു ബാസ് റഹിമഹുല്ലാഹ് അദ്ദേഹത്തോട് ചോദിക്കപ്പെട്ടു. അദ്ദേഹത്തോട് ചോദിച്ചു അതിന്റെ ഫത്വയോട് പറയേണ്ട ആവശ്യം നമുക്കില്ല, കാരണം മുസ്ലിങ്ങളാണ് നമ്മളൊക്കെ. ശൈഖ് ഇബ്നു ബാസ് റഹിമഹുല്ലാഹ് പറയും, ഈ വിഷയത്തിൽ ചർച്ചയും സംശയവും ഉള്ളവർ ആരാണ്? അവർ കാഫിറുകളാണ്. ഈ വിഷയത്തിൽ സംശയിക്കുന്നവൻ അംഗീകരിക്കാത്തവനാണ് കാഫിറാണ്. ഈസാ അലൈഹിസ്സലാം കടന്നു വരും, അദ്ദേഹം മരണപ്പെട്ടു പോയില്ലേ, സംശയമുള്ളത് എന്താണ്? അവൻ ദീനിൽ അറിയപ്പെട്ട വിഷയത്തിലാണ് സംശയിച്ചിട്ടുള്ളത്. ആ വിഷയം ഇവിടെ മൻഹജിയായ പ്രശ്നം പോലെയല്ല, ഇസ്ലാമും തീരുമാനിക്കുന്ന വിഷയമാണെന്നല്ല. മൻഹജിയായ പ്രശ്നമാണോ ഓനിത് സുന്നിയാവോ അതല്ല വിധേയാവോ എന്നുള്ള ചർച്ചയാണ്. അല്ല, അതുകൊണ്ട് വിധേയമല്ലോ. ഇതെവിടെ നിന്നാണ് കിട്ടിയത്? 2002 ഒപ്പിടുന്നത് മടവൂരികൾ മാത്രമല്ല. ഈ അഭിപ്രായം സ്ഥിരീകരിച്ചൊപ്പിടുന്നത്, അതായത് ഏത് അഭിപ്രായവും സ്വീകരിക്കാം, ഒരു പ്രശ്നമുള്ള വിഷയമല്ല എന്ന് സ്ഥിരീകരിക്കുന്നത് വിഭജിച്ചിട്ടില്ലാത്ത മുജാഹിദുകളാണ്. 2002 മുജാഹിദുകളാണ്. അതായത് ഇന്ന് വിശദമായും കേന്ദ്രമായും അടികൂടുന്ന ഇവർ ഒരുമിച്ചിട്ട ഒപ്പുകളാണ്. അതാരുടെ ആശയമാണ്? റഷീദ് റിളയുടെ ആശയമാണ്, മുഹമ്മദ് അബ്ദയുടെ ആശയമാണ്, അതുപോലുള്ള ഒരു ആശയമാണ്. എന്നിട്ട് ഇവിടെ വന്നിട്ട് പറയുക, ഇവിടെ വന്നിട്ടാണ് പറഞ്ഞതറിയില്ല, ഇവിടെയോ എവിടെയോ സൗണ്ട്. ഞങ്ങൾക്ക് റഷീദ് റിളയുടെ ആവേശം മാത്രമേ ഉള്ളൂ, ആശയമില്ല. എന്തിനാണ് ആശയമില്ലാത്ത ആവേശം? ആവേശം ഇത് നമ്മൾ കോഫി കുടിച്ചു എന്തിനു വേണ്ടിയിട്ടാണ്? ഉഷാറ് കിട്ടാൻ. അതുപോലെ എന്തൊരു സാധനമാണത്? ആവേശം കിട്ടാൻ വേണ്ടി ഉദ്ദേശിക്കുന്നില്ല, അതിന്റെ ആവശ്യം. എന്നിട്ടോ പറഞ്ഞതിന് നേരെ വിപരീതമാണ് പ്രബന്ധത്തിലുള്ളത്. സിഹറിന്റെ വിഷയം ചർച്ചയാണ്. ഉണ്ടോ ഇല്ലേ? എവിടെ സലഫിയത്ത് അവകാശപ്പെടുന്ന അവരുടെ പ്രവർത്തനത്തിന്റെ ഏകദേശം 70 വർഷങ്ങൾക്ക് ശേഷം അവർ ചർച്ചയിലാണ്. 70-80 വർഷങ്ങൾക്ക് ശേഷം ചർച്ചയിലാണ് സിഹറുണ്ടോ ഇല്ല സലഫി. ഈ 70-80 വർഷക്കാലം ഇവരറിയപ്പെട്ടത് സലഫി എന്നാണ്. ആ സലഫി എന്ന പേരിന് എത്രമാത്രം ചീത്തപ്പേരുണ്ടായിട്ടുണ്ട്. സഹോദരങ്ങളെ, പറഞ്ഞു വന്നത്, ഈ ആളുകൾ അവരുടെ കക്ഷിയിലായിരുന്നപ്പോൾ 2002 ഒപ്പുവെച്ച ആളുകൾ ഒരുമിച്ചുണ്ട്. 2012 സ്പ്ലിറ്റ് ആകേണ്ടി വന്നു. ഇതൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞ് ചീത്ത വിളിക്കാൻ. 2012 വരെ ഈ പ്രശ്നങ്ങളെ മറച്ചു വെക്കാൻ ഇവർക്ക് ശക്തി പകർന്നത് ഇവരുടെ കക്ഷിത്വമല്ലാതെ മറ്റൊന്നതാണ്. സത്യത്തെ സത്യം പോലെ തുറന്നു പറയുക. ഞങ്ങളുടെ കക്ഷിയാണോ ഞങ്ങൾക്ക് പ്രശ്നമല്ല, കക്ഷി ഞങ്ങൾക്ക് വേണ്ട എന്ന് പറയാൻ ഇവനെ പുറത്താക്കേണ്ടി വന്നു. എന്നിട്ട് തീർന്നോ? പുറത്താക്കിയ കക്ഷിയുടെ അവസ്ഥ എന്താണ്? കക്ഷിത്വമില്ല എന്ന് വാദിക്കുകയാണല്ലോ. പുറത്താക്കിയ കക്ഷിയുടെ അവസ്ഥ എന്താണ്? വിസ്ഡം എന്ന് പറയുന്ന ഇപ്പോൾ ഒരു കക്ഷിയുണ്ട്. അവരുടെ അവസ്ഥ എന്താണ്? അവർ ഇപ്പോൾ മുഴുവനായും തെറ്റുകൾ അവർക്ക് തന്നെ കാണാവുന്ന പ്രകടമായ തെറ്റുകൾ അവരിലുണ്ട്. കിട്ടുന്നുണ്ടോ?
അവർ ഇപ്പോഴും ആ കക്ഷിയുടെ ഉള്ളിലുള്ള ആളുകളോട് എങ്ങനെയുള്ള സ്വഭാവമാണ് സ്വീകരിച്ചുകൊണ്ടിരിക്കുന്നത്. അവർ പ്രസംഗിച്ചല്ലോ, തെളിവ് വന്നാൽ, സംസാരം വന്നാൽ ഞങ്ങളൊക്കെ തന്നെ എന്തെങ്കിലും പലതും ചെയ്യുമെന്നാണ് പറഞ്ഞത്. ഞങ്ങൾക്ക് ഒരു കക്ഷിത്വം ഇല്ല എന്നാണ് പറഞ്ഞത്. എന്നിട്ട് എന്താണ് സംഭവിച്ചത്? എന്തൊക്കെയാണ് അവർ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്? വിവരമില്ലാത്ത ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞതിനെ കുറിച്ച് നമുക്ക് ചർച്ചയില്ല. പല ആളുകളും, സാധാരണക്കാരായ ആളുകൾ, അവർക്ക് എന്തൊക്കെ പറയുന്നുണ്ട്. കാരണം അവർ ഒന്നും പഠിപ്പിച്ചിട്ടില്ല. വർഷങ്ങൾ കഴിഞ്ഞിട്ടും ദീനിന്റെ അടിസ്ഥാന വിശ്വാസങ്ങൾ പോലും പഠിപ്പിച്ചിട്ടില്ല. എന്നാൽ വിവരമുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് ആനായ പണ്ഡിതന്മാരായി കൊണ്ട് നടക്കുന്ന പല ആളുകളും എന്താണ് ഈ സമൂഹത്തിൽ ദീനിന്റെ നിലപാടുകളായി സംസാരിക്കുന്നത്? ഒരു സംസാരം കേട്ടു നോക്ക്. മതം ഉപേക്ഷിച്ചു എന്ന ഒറ്റ കാരണത്താൽ അവനെ കൊന്നുകളയണം. ഇസ്ലാം മതത്തിൽ നിന്നൊരാൾ പുറത്തു പോവുകയാണെങ്കിൽ അതോടുകൂടി അവനെ കൊല്ലണം എന്ന് ഖുർആനിലോ സുന്നത്തിലോ പറയുന്നില്ല. അതേസമയം വധശിക്ഷക്ക് അർഹമാക്കുന്ന ചില തെറ്റുകളുണ്ട്. അങ്ങനെയുള്ള കുറ്റങ്ങൾ ചെയ്താൽ അവർക്ക് വധശിക്ഷയുണ്ട്. അത് ഇസ്ലാമിക രാജ്യത്ത് മാത്രമല്ല, അത് എല്ലാ രാജ്യങ്ങളിലും ഉള്ളതാണ്. ഇത് പറയുന്നത് ഏതെങ്കിലും ചെക്കന്മാരല്ല. ഇസ്ലാമിൽ മുർത്തദ്ദായി പോയാൽ ഇസ്ലാമിക ഗവൺമെന്റ് നടപ്പിലാക്കുന്ന ഒരു ശിക്ഷയുണ്ട്. നടപ്പിലാക്കേണ്ട ശിക്ഷ. അതെന്താണ്? അത് ശിക്ഷയാണ്. ദീനിൽ അങ്ങനെയാണ്. അംഗീകരിക്കുന്നവൻ അംഗീകരിക്കാത്തവൻ പുറത്തുണ്ട്. ഇസ്ലാമിക രാഷ്ട്രത്തിൽ അതാണ് നിയമം. അവന്റെ കൈവെട്ടണം. ഇസ്ലാമിലെ നിയമമാണ് സഹോദരൻ. ആ വധശിക്ഷ അത് ശിക്ഷയാണ്, ഇസ്ലാമിക നിയമമാണെന്ന് ആർക്കും അറിയാം. യുക്തിവാദികൾ പല രൂപത്തിൽ ഇസ്ലാമിനെ അതിന്റെ പേരിൽ എന്ത് ചെയ്യുന്നു? സംഘങ്ങളും സംഘടനകളും. അവരുടെ ആക്ഷേപം ആർക്കുമല്ല. മുജാഹിദ് പ്രസ്ഥാനം എന്നാൽ ഇവിടെ പറയുന്നത് എന്താണ്? വർഷമായി അങ്ങനൊരു നിയമത്തിന്റെ കാര്യങ്ങൾ ക്ഷണിക്കുന്നു എന്ന് നമുക്കറിയാം. ആരാണ് പറയുന്നത്? അതിൽ നിന്നും ആരാണ് പറയുന്നത്? അവാന്തര പണ്ഡിതനായി പല നിലക്കും അവർ വിധിക്കുകയുണ്ട്. പല അറിയപ്പെട്ട ആശയങ്ങൾ പിന്നെ പണ്ഡിതനാണ്. അവരുടെ തുടക്കത്തിൽ, അതായത് ഞങ്ങളിൽ ഉലമാക്കളില്ല എന്ന് പറഞ്ഞ് ഞങ്ങൾ ഉലമാക്കൾ കണ്ടില്ലേ, കണ്ടില്ലേ, വർഷങ്ങൾക്ക് മുമ്പും മാലിക് മറുവിനെ കണ്ടില്ലേ, പല രൂപത്തിൽ ചൂണ്ടിക്കാണിക്കുന്നതിൽ കാര്യങ്ങൾ മാലിക് മറുവിന്റെ അതിന് സാക്ഷിയാണ്. രണ്ടാമത്തെ ആളാണ് ഈ ഓരോരുത്തർ. അവരിൽ പെട്ടവരാണ്. അറിയുകയാണ് ഇസ്ലാമിൽ അങ്ങനെ ഒരു നിയമമില്ല. അവരാണ് എന്താ പറയുന്നത് എന്ന് പറഞ്ഞറിയപ്പെടുന്ന ആ വിഭാഗത്തിൽ തന്നെ ഉണ്ടായവരാണ് ഇന്ന് KNM എന്നറിയപ്പെടുന്ന ആളുകൾ. അതുപോലെ തന്നെ അതിനുശേഷം അതിൽ നിന്ന് ഭിന്നിച്ചവരാണ് വിസ്ഡം എന്ന് പറഞ്ഞറിയപ്പെടുന്ന ഇസ്ലാമിലെവിടെയാണ് പിന്നീട് വിസ്ഡം എന്നറിയപ്പെടുന്ന ആളുകൾ. എവിടെയാണ് വിശ്വാസ സ്വാതന്ത്ര്യം? മുസ്ലിമായ മതി, അതായത് അറിയപ്പെടുന്ന മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം മുസ്ലിമായും അവർക്ക് എവിടെയാണ് വിശ്വാസവാദികളുള്ള ഏത് മനുഷ്യനാണുള്ളത്? അവർ കൃത്യമായ ശിക്ഷക്ക് മാത്രമാണ് സ്ഥലത്തുള്ള കാഫിറായി കഴിഞ്ഞാൽ കാഫിറുകൾക്ക് ഞാൻ എന്ത് ചെയ്തിട്ടുണ്ട്? നരകശിക്ഷയും ചങ്ങലകളും അതുപോലെ തന്നെ ആമങ്ങളുണ്ട് ഒരുക്കി വെച്ചിട്ടുണ്ട്. സ്വാതന്ത്ര്യവുമില്ല. അള്ളാഹു സ്വാതന്ത്ര്യം കൊടുത്തിട്ടില്ല. അവരുടെ കണ്ണിനെയോ പൊടിയിടാനുള്ള ദുനിയാവിൽ കൗനിയായിട്ടുള്ള നടപടികൾ, അള്ളാഹു കൗനിയായ നടപടികൾ, ശറഈയായ അള്ളാഹുവിന്റെ ഇഷ്ടങ്ങൾ മനസ്സിലാക്കിയ ഒരുപാട് ഒരുത്തൻ മുസ്ലിമാകണമെന്ന് തന്നെയാണ്. അൽഹംദുലില്ലാഹ് ഇത്തരം ആളുകൾ എന്തുവാണെങ്കിലും ആയിക്കോളൂ എന്ന് പറഞ്ഞു വിട്ടിട്ടില്ല. അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിന്റെ ഉലമാക്കൾ, അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിന്റെ ഉലമാക്കൾ കൃത്യമായി നമുക്ക് പഠിപ്പിച്ചു എന്താണ് അടിസ്ഥാനപരമായി, അല്ലെങ്കിൽ ഇവിടെ എന്താണ് അങ്ങനെ ഒരു വിഷയമേ ഇസ്ലാമിലില്ല. ഈ പറയപ്പെട്ട സംഘങ്ങളും മതത്തിൽ നിന്ന് പുറത്തുപോയ ചില കാര്യങ്ങൾ പരിശുദ്ധ അതിന്റെ കാരണത്താൽ നിങ്ങൾ അവരെ വെട്ടണം, കൊല്ലണം. അവർ ഏർപ്പാടാണ് പറയാൻ ഇങ്ങനെ ഒരു സംഭവം ഇസ്ലാമിലില്ല എന്ന് പറഞ്ഞുകൊണ്ട് ആയത്തിന് വ്യാഖ്യാനിക്കുകയും അവർ ആയത്തിനെ അല്ലാഹുവിന്റെ ഖുർആനിലെ ആയത്തിനെ പ്രൊഡക്ഷൻ 1921 കഴിഞ്ഞ്
അതിനുശേഷം ഇങ്ങോട്ട് കടന്നു വന്ന് 37-ാമത്തെ വചനം. ഏകദേശം ഇന്നല്ലദീന 2002 ആമനു, ആയപ്പോൾ ഒരു വിളക്ക് വളരുകയും തീർച്ചയായും അവർ വിശ്വസിച്ചവർ സുമ്മ പിളർന്ന കഫറു, ഒരു വിഭാഗമാവുകയും പിന്നെ അവിശ്വസിക്കുകയും വീണ്ടും ചെയ്തവർ, കേന്ദ്രം അപ്പൊ മതത്തിന്ന് പുറത്തു പോയവർ. മുന്നോട്ട് സുമ്മ ആമനു, വീണ്ടും അവർ 2012 വിശ്വസിക്കുന്നു. സുമ്മ കഫറു, വീണ്ടും അതിൽ നിന്നും ഒരു അവർ പിളർന്നുണ്ടാവുകയും അവിശ്വസിക്കുന്നു. ഉമ്മസ്ദാദു കുഫ്റൻ, പിന്നെ അവരുടെ സത്യനിഷേധം അവരിൽ വർദ്ധിപ്പിക്കുന്നു. പിളർന്നുകൊണ്ടുപോയി. അത്തരക്കാർ എന്നിട്ട് ആ ദഅവ സമിതി ലം പിന്നീട് യകുനില്ലാഹു വിശദമായി യഗ്ഫറ അതിനു ലഹും, മുമ്പ് തന്നെ അതിൽ നിന്നും അവർക്ക് വേറൊരാൾ അല്ലാഹു പിളർന്നുപോയി. ഒരിക്കലും ജക്കരിയ പുറത്തു സ്വലാഹി എന്ന് കൊടുക്കുകയില്ല. പറയുന്ന വലാലി ഒരാൾ യഹ്ദിയഹും പിളർന്നു സബീല, പോവുകയും അവരെ അദ്ദേഹത്തിന്റെ നേരായ കൂടെ കുറെ ആളുകൾ വഴിയിലേക്ക് പോവുകയും ചെയ്തു. നയിക്കുകയും അങ്ങനെ ഇല്ല. മറ്റൊരു അപ്പൊ പിളർപ്പുണ്ടായി. ഇവിടെ അങ്ങനെ വിശ്വസിച്ചു, ചില പിന്നെ ആളുകൾ അവര് പിളരുകയും മതത്തിന്ന് പുറത്തുപോയി. അവരെ കൊല്ലണം എന്നല്ല പ്രാദേശികമായി പറഞ്ഞു. പല രൂപത്തിലുള്ള മാത്രമല്ല വീണ്ടും അവര് സംഘടനകൾ വിശ്വസിച്ചു, വീണ്ടും ഉണ്ടാക്കുകയും പുറത്തുപോയി. ചെയ്തുകൊണ്ടാണ് അപ്പൊ ഇത്രമാത്രം ആദ്യം പുറത്തു പോയപ്പോ തന്നെ ഇവരുടെ വാദം അഹ്ലുസുന്നത്തി വൽ ജമാഅത്ത് ആരുടെ വാദം അനുസരിച്ച് നിങ്ങൾ മഞ്ചേരി വിഭാഗം ആരുടെ വാദം അനുസരിച്ചാണ് ഷെയ്ഖ് ഇബ്നു ബാസ് റഹിമഹുല്ലാഹ് അദ്ദേഹത്തോട് ചോദിക്കപ്പെട്ടു, പുതിയ എന്താണ് ഈ വിഷയം? ഈ പുതിയൊരു സംഘത്തിനെ കൊല്ലുന്നതുമായി ബന്ധപ്പെട്ട വധിക്കുന്നതും വധശിക്ഷ നൽകുന്നതുമായി ബന്ധപ്പെട്ട വിഷയമാണ്. അദ്ദേഹം പറയുകയാണ്, ഖദ് ദല്ലൽ ഖുർആനുൽ കരീം വസ്സുന്നത്തുൽ മുതഹഹറ അലാ ഖദ്രി മുർതദിൻ ഇദാ ലം യതുബ് ഫീ ഖൗലിഹി സുബ്ഹാനഹു വ തആല ഫീ സൂറത്തി തൗബ ഫഇൻ താബു വഅഖീമു സ്വലാത വആതവു സകാത ഫഖല്ലു സബീലഹും ഇന്നല്ലാഹ ഗഫൂറുർ റഹീം. അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ ദീനിൽ ഖുർആനിലും സുന്നത്തിലും പാർട്ടിയുടെ ബന്ധം മുർതദിനെ കൊലപ്പെടുത്തുക എന്നതില്ല. അങ്ങനെ ഒരു അയാളെ ഞങ്ങൾക്ക് ആവശ്യമായിരുന്നില്ല. ഷെയ്ഖ് ഇബ്നു ബാസ് റഹിമഹുല്ലാഹ് അദ്ദേഹം പറയുകയാണ്, ആവശ്യത്തിന് എന്താണ് ഉലമാക്കളുടെ മാർഗത്തിലാണ് തൗബ ചെയ്താൽ ആ തൗബക്കനുസരിച്ച് ശിക്ഷ വിധിക്കണോ വേണ്ടേ എന്ന വിഷയത്തിൽ ഉലമാക്കളുടെ അഭിപ്രായം. തൗബ ചെയ്തു കഴിഞ്ഞാൽ മറിച്ച് ദർശനങ്ങൾക്കും സഹകരണങ്ങൾക്കും ഇതാണ് ദീനിലെ വിധി എന്ന് അഹ്ലുസുന്നത്തി വൽ ജമാഅത്ത് പറയുക. അപ്പോൾ ഈ ശൈഖ് ഇബ്നു ബാസ് റഹിമഹുല്ലാഹ് പറഞ്ഞു പ്രചരിപ്പിക്കുന്ന നേതാക്കന്മാർ കഴമ്പൊന്നുമില്ല. ഖുർആനിന് നല്ല ദുർവ്യാഖ്യാനമുണ്ട്, അത് കേട്ടു നോക്കൂ എന്നത് ആരാണ് പറയുന്നത്? അബൂബക്കർ സലഫി. ഈ സംഘം, ഈ ചെറു സംഘം ലഖബായി അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിന്റെ ഈ ഒരു കൂട്ടം അതിലൂടെ, കാരണം ഒരു സലഫിക്ക് ഇത് പറയാൻ കഴിയുകയില്ല. ഒരു സലഫിക്ക് ഇത് പറയാൻ കഴിയുകയില്ല. പ്രത്യേകിച്ച് അല്ലാഹു സുബ്ഹാനഹു വ തആല ഖുർആനിനെ മുന്നേ മാറ്റിക്കൊണ്ട് പറഞ്ഞിട്ട് എങ്ങനെയാണ് ഒരു സലഫിക്ക് ഖുർആനിന്റെ ആയത്തുകളെ വ്യാഖ്യാനിക്കാൻ ഒരു സലഫിക്ക് എങ്ങനെയാണ് കഴിയുക? അത് ഏറ്റവും സുന്ദരമായി പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരാൾ കടന്നു പോവുകയും ആ ആളുണ്ട് എവിടെ നിന്ന് നിലപാട് എന്താണ് ഈ ഓഡിയോ നമുക്ക് കിട്ടിയിട്ടുണ്ടെങ്കിൽ അവർക്ക് അതുപോലെ തന്നെ നമുക്കറിയാം CP സലീമിന്റെ ഒരു സംസാരം ഉണ്ടായി. നമ്മൾ ആ വിഷയത്തിൽ സംസാരിച്ചിരുന്നു. ഇന്നേ വരെ CP സലീം ഫലങ്ങളില്ലാന്നല്ലേ പറഞ്ഞു, അത് തെറ്റായി പോയി, പറയരുതായിരുന്നു എന്ന് പറഞ്ഞ ഒരു ഓഡിയോ കിട്ടിയോ? അതായത് ജൂതന്മാരെ സ്നേഹിക്കണം, എന്താണ് ജൂതായുസത്തെ വെറുക്കണം, അവരുടെ ആശയത്തെ വെറുക്കണം, ജൂതന്മാരെ ജൂതന്മാരെ സ്നേഹിക്കണം, ഇവരുടെ ആശയത്തെ. ഒരു ജൂതനെയും വെറുക്കാൻ നമുക്ക് പാടില്ല. അവിടേക്ക് പോയി എന്ന് ഒരാൾ പ്രസംഗിച്ചു. മനസ്സിലാക്കിയ പല ആളുകൾ പ്രസംഗിച്ചിട്ട് അതിനെതിരെ ഒരു നിലപാടെടുക്കാൻ, അവരവിടേക്ക് പോയി ഒരു സംസാരം പുറത്തിറക്കാൻ, അല്ലെങ്കിൽ അതെനിക്ക് തെറ്റിപ്പോയതാണെന്ന് പറയാൻ പഠിച്ചെടുത്തതല്ല. ഇന്നേ വരെ അവർക്ക് സാധിച്ചിട്ടില്ല. എന്നിട്ട് പറയുകയാണ് ഈ ആളെങ്ങാനും പുറത്തുള്ളതാണെങ്കിലോ ഇതുപോലത്തെ നിയമാബദ്ധങ്ങൾ പറഞ്ഞ സംസാരം അനിൽക്കായെങ്കിലോ എന്തായിരിക്കും അവസ്ഥ നമുക്കറിയില്ല. സംസാരിക്കുന്ന ഇയാളും ഹക്കിനോട് പ്രതിബദ്ധതയുണ്ടോ മുതൽ. പക്ഷേ ഇവർക്ക് ഇഷ്ടപ്പെടാത്ത ഏതെങ്കിലും ഒരു അഭിപ്രായം അന്യ സംഘടനക്കാരനായിരുന്നു പറഞ്ഞിരുന്നെങ്കിൽ, അന്യ സംഘടനക്കാരനായിരുന്നു പറഞ്ഞിരുന്നെങ്കിൽ അവർ എന്ത് ചെയ്തേനെ? അവരവരുടെ വാളുകൾ ഇറങ്ങിയേനെ. എന്നിട്ട് പറയുകയാണ്, കുറച്ചു നാളുകൾക്ക് മുമ്പ് വെള്ളിയാഴ്ച മിമ്പറിൽ വെച്ചുകൊണ്ട് ഞാൻ പഠിച്ചത് ദമ്മാജിനെതിരെ സംസാരിച്ചെന്ന് ഞാൻ പറഞ്ഞു. കാസർഗോഡ് വന്നുകൊണ്ട് ദമ്മാജിനെതിരെ സംസാരിച്ച ആ സംസാരത്തിൽ നമുക്കില്ലാത്ത ഒരു വാദം നമ്മളുടെ മേൽ പഠിപ്പിക്കുകയാണ്. അതിന് മറുപടി പറയുന്ന അവസരത്തിൽ മുജാഹിദ് വാരിശ്ശേരി പറഞ്ഞൊരു സംസാരം കൊണ്ടല്ല, കേരളത്തിൽ ഉണ്ടാക്കപ്പെട്ട എന്നിട്ട് ഭാഗ്യം കിട്ടിയതാണ്. കക്ഷിയിലോ ചേർന്നത് കൊണ്ടല്ല. അതിൽ അയാൾ പറയുകയാണ്, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഒക്കെ ആലിമുല്ലല്ലാമയായിട്ട് ഇങ്ങനെ ബലപ്പെടുത്തതല്ല.
അല്ലെങ്കിൽ ആ വാക്കുകളുടെ റസൂലുള്ളാഹി ചുരുക്കമാണ്. സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലം മുതൽ ഇങ്ങോട്ട് ആലിമുലല്ലാമെന്നായിരുന്നില്ല, എന്നിട്ട് വിളമ്പിക്കൊടുത്തതല്ല ഇസ്ലാമിന്റെ ദഅവത്ത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ പറഞ്ഞതുപോലെ എന്റെ ഉമ്മത്തിൽ ആലിമുലല്ലാമയായി കാണാൻ കഴിയാത്ത ഒരാൾ വഹീ കിട്ടിയ ഒന്നാം നാൾ മുതൽ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കുറിച്ച് എന്താണോ വിശ്വസിക്കുന്നത്, ഇത് ബാലുശ്ശേരിയെ പോലെ ഒരാളാണെന്നാണ്, അതല്ലെങ്കിൽ ഇങ്ങനെ അബൂബക്കർ സൽഫിയെ പോലെ ഒരാളാണെന്നാണ് വിശ്വസിക്കേണ്ടത്. അതല്ല, നമുക്ക് ദീൻ പഠിപ്പിക്കാൻ വേണ്ടി അല്ലാഹു സുബ്ഹാനഹു വ തആല ഇൽമ ഇറക്കി കൊടുത്ത റസൂലാണെന്നാണ് വിശ്വസിക്കേണ്ടത്. അൽഹംദുലില്ലാഹ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയേക്കാൾ സുന്ദരമായി നടക്കുന്ന ഒരു നാട്ടിൽ ഇതിന് പറയാണ് ആലിമുൽ അല്ലാമയാവാൻ വേണ്ടി കാത്തിരുന്നിട്ട് വിളമ്പിക്കൊടുത്തതല്ല. അദ്ദേഹം ദഅവത്തിന് വേണ്ടി പോയി. ആക്ഷേപം അതിനെക്കുറിച്ച് പറയുകയാണ്, അതിനെക്കുറിച്ച് നീ സലഫിസം ഇസ്ലാമിന്റെ കിതാബ് വായിച്ചിട്ടുണ്ടോ, നീ കിതാബ് തൊഴിൽ ഓതിയിട്ടുണ്ടോ, എന്നിട്ടാണ് ദഅവത്ത് നടത്തിയത് എന്ന് ചോദിച്ചില്ല പോലും. ഇസ്ലാം കിതാബ് പഠിച്ചത്, ദീന് പഠിച്ചത് അബൂബക്കർ റളിയല്ലാഹു അൻഹുവിനെ കുറിച്ച്, അവരിൽ നിന്ന് കിട്ടിയ ഇൽമാണ് ശൈഖുൽ ഇസ്ലാമിനുള്ളത്. ശൈഖിനെ കുറിച്ച് അല്ലാതെ ശൈഖുൽ ഇസ്ലാം അങ്ങോട്ട് ആവശ്യം ഇസ്ലാമിന്റെ ദഅവത്തിന് വിവരം ആവശ്യമില്ല. ഏത് വിവരം കണ്ടവനും പ്രസംഗിക്കാം. അദ്ദേഹത്തോട് ദീൻ പഠിക്കുന്നത് എവിടെയെന്ന് ചോദിച്ചപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ ഇൽമില്ലാത്തവനാക്കുന്ന, സ്വഹാബത്തിനെ ഇൽമില്ലാത്തവരാക്കുന്ന ഈ ആളുകൾ അദ്ദേഹത്തിന്റെ ഒരു സംസാരം ഇവരുടെ അടുത്ത് കൊണ്ടായോ? നീ വൈകിപ്പിക്കരുത്. ദമ്മാജിനെ കുറിച്ച് ഇത്രയും സംസാരങ്ങൾ കൂട്ടത്തിൽ നിന്നുണ്ടായി. വെള്ളിയാഴ്ച മുമ്പറിൽ വെച്ച് വരെ സംസാരിച്ചു. ആ ദമ്മാജിനെ കുറിച്ച് പറഞ്ഞോ, ദമ്മാജി നിങ്ങൾ കുറ്റം പറയണ്ട, ഷെയ്ഖ് മുഖബിൽ അങ്ങനെയുള്ള ആളായിരുന്നു, തിരുത്തിയോ? മലയാളത്തിൽ നന്നായി തിരുത്തിയോ? മാലിന്യ കുഴി. അതുപോലെ തന്നെ എന്തൊക്കെ വിഷയങ്ങൾ അവരുടെ ഇടയിൽ സംസാരിക്കുകയാണ്. കഴിഞ്ഞ ദിവസം സംസാരത്തിൽപ്പെട്ടതാണ് ഹിജ്റയെ വിമർശിച്ചു ഇസ്ലാമിക രാഷ്ട്രത്തിലേക്ക് മുസ്ലിമീങ്ങൾ നടക്കുന്ന പാലായനം, കാഫിറുകളുടെ നാട്ടുകളിൽ നിന്നും നടക്കുന്ന പാലായനമാണ് ഹിജ്റ. പേര് മുജാഹിദ് എന്ന അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, തൗബ അവസാനിക്കുന്നത് വരെ ലാ തൻഖതിഉൽ ഹിജ്റ ഹത്താ തൻഖതിഉ തൗബ. തൗബ അവസാനിക്കുന്നത് വരെ, മുറിയുന്നത് വരെ ഹിജ്റയും അവസാനിക്കുകയില്ല. ഹിജ്റ എല്ലാ കാലഘട്ടത്തിലും ഉള്ളതാണ്. ഉലമാക്കളുടെ അഭിപ്രായ വ്യത്യാസങ്ങൾ നോക്കിയാൽ ഏറ്റവും കുറഞ്ഞത് മുസ്തഹബാണ്. കഴിഞ്ഞ ദിവസം വ്യത്യാസങ്ങൾ നോക്കിയാൽ പോസ്റ്റർ ഇറങ്ങുന്നു, ഏറ്റവും കുറഞ്ഞത് മുസ്തഹബാണ്. അതിന്റെ കാഫിറുകളുടെ നാട്ടിൽ നിന്നും ഇസ്ലാമിക രാഷ്ട്രത്തിലേക്ക് ഒരുത്തൻ യാത്ര ചെയ്യുക എന്നുള്ളത്. ഒരാൾ ചോദിച്ചു, ഇനി എന്ത് അഭിപ്രായം ഉണ്ടെങ്കിലും ഷെയ്ഖ് അംഗീകരിക്കും, മുസ്തഹബാണോ വാജിബാണോ, ഇതാണ് അഭിപ്രായ വ്യത്യാസം. അവർ അംഗീകരിക്കും. അതല്ല ഹറാമാണോ വാജിബാണോ എന്നല്ല അഭിപ്രായ വ്യത്യാസം, മക്രൂഹാണോ എന്നല്ല അഭിപ്രായ വ്യത്യാസം. മുൻകാലത്ത് മുസ്തഹബാണോ വാജിബാണോ പോലുള്ള ആളുകൾ ലോകത്ത് നമ്മളുടെ നാട് മാത്രമല്ല ഉള്ളത്, എന്തായിരുന്നു? ലോകത്ത് പല ആളുകളും ജീവിക്കുന്നുണ്ട്. ഇമാം അഹ്മദ് നമുക്കറിയാം, കഴിഞ്ഞ ദിവസങ്ങളിൽ അല്ലെങ്കിൽ വർഷങ്ങളിൽ മ്യാൻമറിൽ ഒരുപാട് മുസ്ലിമീങ്ങൾ ബുദ്ധിമുട്ടിലായി, പ്രയാസത്തിലായി. വലിയ ആളാണ്. ഇവരോട് പോയിട്ട് നമ്മൾ എന്താ പറയേണ്ടത്? ആശയങ്ങളോടോ ലോകത്ത് വിസ, ഇതാണ് ഹിജ്റ വിസ എന്നൊരു സെറ്റപ്പേ ഇല്ല. നിങ്ങൾ എവിടേക്കാണ് ഹിജ്റ പോകാൻ പോകുന്നത്? അവർ ഹിജ്റ പോകാൻ തീരുമാനിച്ചു എന്താണ് കാര്യമാണ് ഇവിടെ നടന്നത്. നിങ്ങൾ ലക്ഷക്കണക്കിന് ആളുകളുണ്ട്, നിങ്ങൾ ഹിജ്റ പോകാൻ നിൽക്കണ്ട, ഇവിടെ കിടന്ന് അനുഭവിച്ച് ഒന്നെങ്കിൽ കുഫറിലാവുക അല്ലെങ്കിൽ പേരെടുക്കാൻ വേണ്ടി മരണപ്പെടുക എന്നാണ് പറയുന്നത്. അതല്ല, നിങ്ങൾക്ക് രക്ഷപ്പെടാൻ ഏതെങ്കിലും നാട് നോക്കിയവരോ എന്നാണ് പറയുന്നത്. അല്ലാഹു സുബ്ഹാനഹു വ തആല വാഗ്ദാനം ചെയ്തു, ഇന്ന അർദി വാസിഅ, സഹോദരങ്ങളെ, ശൈഖ് മുഖബിൽ ബിൻ ഹാദി അൽ-വാദിഇ റഹിമഹുല്ലാഹ് അതിനാൽ സംഘടനകൾക്കെതിരെ വളരെ ശക്തമായി സംസാരിച്ച ആളാണ്. അതിനെ തടസ്സം നേരിട്ടാൽ ജമഇയ്യത്തുൽ ഹിക്മ പറയാനില്ല. കാരണം ഇന്ന അർദി വാസിഅ, പല സംഘടനകളും വിശാലം നിങ്ങളിൽ നിന്ന് പിരിഞ്ഞു പോയിട്ട് സക്കരിയ അല്ലാഹു സുബ്ഹാനഹു വ തആല അവരെ പ്രയാസപ്പെടുന്നവർ ഒരു ഉസ്റും അവനില്ല. എങ്ങനെയല്ലാതെ കഴിയാത്തവരൊഴികെ, പക്ഷെ അറിവില്ലാത്തവരൊഴികെ. കാരണം ഷെയ്ഖ് മുഖബിലിനെ എല്ലാവർക്കും ഷെയ്ഖന്മാർക്ക് പറയാണ്, ഇവർക്കൊന്നാണ് ഹിജ്റ പോയിക്കൂടെ. അതുകൊണ്ട് കഴിവില്ലാത്തവർ നിർബന്ധമല്ല, അല്ലെങ്കിൽ കഴിവില്ലാത്തവരെ സംബന്ധിച്ചിടത്തോളം എന്താണ് കടം വാങ്ങുന്നത്?
സഹോദരങ്ങളെ, അപ്പോൾ ഇസ്ലാമിലെ ഒരു ചില ഹുക്മിനെ, തെറ്റിദ്ധാരണകൾ ഒരു വിധിയെ നമ്മളെ സംബന്ധിച്ച് ആക്ഷേപിക്കുക എന്തിനു വേണ്ടിയാണ്? സംഘടനയുടെ താല്പര്യങ്ങൾക്ക് ഒന്നാണ് തീവ്രവാദം. ചില ആളുകൾ അത് ഞാൻ നേരത്തെ പറഞ്ഞു. അത് ഹക്ക് മനസ്സിലാക്കി ഇങ്ങോട്ട് മനസ്സിലാക്കിയപ്പോൾ സത്യത്തിന്റെ അത് സംരക്ഷിക്കാൻ, സംഘടനയുടെ നിലനിൽപ്പ് സംരക്ഷിക്കാൻ വേണ്ടി കഴിയുന്ന ഇസ്ലാമിലെ ഹിജറയെ കളിയാക്കിയ അത് കാലഘട്ടത്തിൽ നടക്കുന്ന സംഭവമല്ല എന്ന് കേൾപ്പിക്കുന്ന ആളുകൾ ബോധ്യം സ്ഥാപിച്ചു കൊടുത്തു. അതല്ലെങ്കിൽ പാശ്ചാത്യ സംസാരിക്കാൻ ഒരാളും ഇതിനെയല്ലാതെ പിന്നെ എന്തിനെയാണ് കക്ഷിത്വം എന്ന് പറയുന്നത്? പോലുള്ള ഭീകരവാദി ഹിസ്ബിയത്ത് എന്ന് പറഞ്ഞാൽ വേറെ നമ്മൾ വിളിക്കേണ്ടത്. അതിനാൽ സഹോദരങ്ങളെ, ഹിസ്ബിയത്ത് കക്ഷിത്വമില്ല എന്ന് വെറുതെ പറഞ്ഞാൽ അംഗീകരിച്ചു തരാൻ ചെവിയും കണ്ണുമുള്ളവർക്ക് അംഗീകരിക്കാൻ സാധിക്കുകയും നമുക്കറിയാം പെട്ടെന്ന് ചെലവാകുന്ന മറ്റൊരു വലിയ ഇപ്പൊ ഫൈസൽ മുസ്ലിയാർ മാത്രമാണ് അവരത് ഏറ്റെടുത്തിട്ടുള്ളത്. ആളാണ് ഇസ്ലാമിലെ ഹിജറയെ നിങ്ങളോട് ഒരു നിലക്ക് പറഞ്ഞാൽ പരിഹസിച്ചുകൊണ്ട് സംസാരിച്ചത്. ലക്ഷക്കണക്കിന് മുസ്ലിങ്ങളുണ്ട്, കോടിക്കണക്കിന് മുസ്ലിങ്ങളുണ്ട്. എവിടെ ചോദിച്ചു നാടൊട്ടുക്ക് കരഞ്ഞു അതിനെ ആ ഹുക്കുമിനെ പരിഹസിച്ച എനിക്ക് ആളാണ് വേറൊരു പണ്ഡിതൻ. ഇത് മറ്റൊരു പണ്ഡിതന്റെ ശബ്ദം നമുക്ക് കേൾക്കാം. ഇസ്ലാമിലെ ഇതറയും ഇസ്ലാമിലെ വലാവും ബറാവും ഒക്കെ തെറ്റിദ്ധരിപ്പിക്കുന്ന പിശാചുക്കളുണ്ട്. വലാദ് ബറാദ് പദങ്ങൾ കേട്ടറിഞ്ഞിട്ടുള്ള വലാദ് ബറാദ് കേട്ടൊരു ആരെങ്കിലും ഉണ്ടോ ഇവിടെ? കൈവയ്ക്ക്. വലാദ് ബറാന്ന് കേട്ടൊരു കൈവക്ക്. ആരും കേട്ടിട്ടില്ലേ? പിന്നെ കൈവക്കാത്ത കേൾക്കാത്തൊരു കൈവക്ക്. കേൾക്കാത്തൊരു കൈവക്ക്. പ്രശ്നമല്ല. വലായ് ബറ എന്ന പദം കേട്ടവരാണ്. ആർക്കും തീർന്നില്ല, മറുപടി പറയാനില്ല. പദങ്ങൾ കേട്ടറിഞ്ഞിട്ടുള്ള വലാദ് ബറാദ് ഇവിടെ മുഴുവൻ ആൾക്കാരും ഏകദേശം കേട്ടിട്ടുണ്ട്. ഇവിടെ ഇരിക്കുന്ന ഏകദേശം മുഴുവൻ ആളുകളും ആ പദം കേട്ടിട്ടുണ്ട്. മുഴുവൻ ആളുകൾ ഇവിടെ എന്താ അവസ്ഥ? എല്ലാവരും കേട്ടിട്ടുണ്ട്. അവിടെയോ? അവിടെ ഒന്നും കേട്ടിട്ടില്ല. ശരി, ബാക്കി പറയട്ടെ. പദങ്ങൾ കേട്ടറിഞ്ഞിട്ടുള്ള വലാദ് ബറാദ് അസുഖമുള്ളവര് മാത്രം കേൾക്കുന്ന ഒരു പദമാണ് വലാദ് ബറ. എന്താണ്? അപ്പൊ നിങ്ങളൊക്കെ എന്താണ്? അസുഖം ബാധിച്ചവരാണ്. വലാദ് ബറ കേട്ടവരൊക്കെ അസുഖമുള്ളവരാണ്. ഇങ്ങനെയൊക്കെ പറഞ്ഞു എന്താ ഇസ്ലാമിനെ പറ്റി തെറ്റിദ്ധരിപ്പിക്കാൻ മുസ്ലിമീങ്ങളിൽ രൂപമണ്ഡുകങ്ങൾ. അതാണ് നിങ്ങളുടെ അവസ്ഥ എന്താ? ആള് പറഞ്ഞതാണ് ഈ വലാദ് ബറ കേട്ടിട്ടുള്ള അതിനെ കുറിച്ച് സംസാരിക്കുന്ന ആളുകൾ ആരാണ്? കൂപമണ്ഡുകങ്ങളാണ്. സഹോദരങ്ങളെ, ഇസ്ലാമിന്റെ അദീമായ അസ്ലാണ് വലാദ് ബറ. അസ്ലുൻ അദീമുൻ മിൻ ഉസൂലുദ്ദീൻ എന്ന ശൈഖ് നബി റഹ്മത്തുള്ളാഹി അദ്ദേഹം മാത്രമല്ല, മറിച്ച് അറിയൂല എന്നതാണ് അവരുടെ അഭിമാനം. എന്നിട്ട് പറയുകയാണ് നമ്മൾ ഇന്ന് പഠിപ്പിക്കുന്നില്ല എന്നോ? നമ്മളോട് ചോദിക്കും. അവര് പറയുന്നു വലാദ് ബറയോ? ഇല്ല, അവ ഇൽമ പഠിപ്പിക്കുന്നുണ്ട്. ഞങ്ങൾ കിതാബ് തൗഹീദ് പഠിപ്പിക്കണില്ല. കിതാബ് തൗഹീദ് പഠിപ്പിക്കണമെങ്കിൽ അതിന്റെ ആശയം പഠിപ്പിക്കണില്ലേ? വലാദ് ബറ ഇല്ല, കിതാബ് തൗഹീദ് പഠിപ്പിക്കില്ല. ഉസൂലു തലാത്ത പഠിപ്പിക്കണില്ലേ? ഉസൂലു തലാത്തയിൽ വലാദ് ബറ ഇല്ലേ? ഉസൂലു തലാത്ത എന്നാണ് വലാദ് ബറ പഠിച്ചത്. അതിന്റെ ആശയം ഞങ്ങൾ പഠിപ്പിക്കുന്നുണ്ട്. എവിടെയാണത് പഠിച്ചത്? പഠിച്ചിട്ടുണ്ടെങ്കിൽ അവർ തന്നെ തെളിയിക്കുകയാണ് ഞങ്ങൾ പഠിച്ചിട്ടില്ല. ഒന്നുകിൽ ഇരിക്കുന്ന ആളുകളൊക്കെ പഠിക്കുന്ന സമയത്തൊക്കെ ഉറങ്ങിയായിരുന്നു. പണ്ട് ഞാനിങ്ങനെ സംഘടനയായിട്ട് കണക്ഷൻ ഉണ്ട്. അറബി കോളേജിലൊക്കെ പഠിച്ചോണ്ട് വന്നു. അപ്പൊ എന്നെ ഇക്രയിനെ വിളിച്ചു. കുറെ നാൾ മുമ്പാണ്. അപ്പൊ ഞാൻ പറഞ്ഞു, ഇക്ര ഇതൊക്കെ നിധി തന്നെ, ഞാനിവിടെ വായിക്കാൻ പോകുന്ന ഉസൂലു തലാത്തയാണ്. നമ്മളെ നാട്ടിൽ ഉസൂലു തലാത്ത വായിക്കും. അപ്പൊ പറഞ്ഞു ഞങ്ങൾക്ക് സിലബസ് ഉണ്ട്. ഞാൻ പറഞ്ഞു നിങ്ങളെ സിലബസ് ഒന്ന് എടുക്കും. ഉസൂലു തലാത്ത വായിക്കാൻ പറ്റൂല, മറിച്ച് ഞങ്ങൾ അതിൽ നിന്നും സംക്ഷിപ്തപ്പെടുത്തിയിട്ടുള്ള ഞങ്ങളുടെ സിലബസിൽ അതെല്ലാം ഉണ്ട്. എന്നിട്ടോ അൽ വലാദ് ബറ നബി കോളേജിൽ പഠിക്കുന്ന സമയത്ത് ഞാൻ ഇവരോട് ചോദിച്ചു എന്താണ് അൽ വലാദ് ബറ. അപ്പൊ തന്നെ അവർക്ക് മനസ്സിലായി എവിടുന്നോ കുത്ത് കിട്ടിയിട്ടുണ്ട്. അപ്പൊ തന്നെ മനസ്സിലായി. കാരണം ഇതിൽ നിന്നും നമ്മളുടെ ചെവികളെ സംരക്ഷിച്ചു വെച്ചിരിക്കുകയാണ്. കേട്ടുപോകരുത്, ആയിപ്പോകും. അങ്ങനെ ചോദിച്ചപ്പോ
നീ ഉത്സവത്തിന് പോകാറുണ്ടോ? നീ അവിടെ അവരുടെ അമ്പലത്തിലെ പരിപാടിക്ക് പോകാറുണ്ടോ? ഇല്ല, അതിന്നെ അൽവല. അപ്പൊ ഞാനെന്താ, നമുക്ക് അത്ര എല്ലാം അറിയുള്ളൂ, നമ്മൾ ഉസ്താദാണ് പറഞ്ഞത്, തിരിച്ചുപോയി. അറബി കോളേജിൽ പഠിക്കുന്ന ഒരുത്തിനോട് അതാണെങ്കിൽ സാധാരണക്കാരോട് എന്താ പറയാ? അറബി കോളേജിൽ പഠിക്കുന്ന അതും എവിടെ? അറബി കോളേജിൽ നിന്ന് മാറി കൃത്യമായി ദീൻ പഠിക്കാൻ മറ്റു വേറെ സ്ഥലത്ത് പോയതാണ്. അവിടുത്തെ അവസ്ഥയാണ്. അപ്പോ ഇതാണ് അൽ വലാ വൽ വറാ എന്ന് പറയുന്നത്. ദീനിൽ അസ്ലിനെ കുറിച്ച് അവരുടെ അഭിപ്രായം ഇതാണ്. ഇത് അറിയുന്നവർ, അത് പറയുന്നവർ, അവർ അതിനെ തെറ്റിദ്ധരിപ്പിക്കുന്ന പിശാചുക്കളുണ്ട് ഭൂമിയിൽ. മനസ്സിലാകുന്നുണ്ടോ? ഇവർ ശരി ധരിപ്പിക്കാനെങ്കിലും നമ്മൾ പഠിപ്പിച്ചിരുന്നു. ഈമാനിന്റെ ഏറ്റവും ശക്തമായ കെട്ടാണ് അള്ളാഹുവിന്റെ മാർഗത്തിലുള്ള സ്നേഹവും അള്ളാഹുവിന്റെ മാർഗത്തിലുള്ള വെറുപ്പും. അദ്ദേഹം പറഞ്ഞൊരു വാക്ക്, അദ്ദേഹം പറയുകയാണ്, 3 കൂട്ടം ആളുകളെ കുറിച്ച് പറഞ്ഞിട്ട് പറയുകയാണ്, അൽ വലാ അതിന്റെ വിഷയത്തിൽ ആളുകൾ 3 കെട്ടാണ്. ഒരു കൂട്ടം അതിനെ പാടെ അവഗണിച്ച ആളുകളാണ്. അവർക്കെങ്ങാനും ഖുർആനിലെ ആയത്തുകൾ തിരുത്താൻ കഴിഞ്ഞിരുന്നെങ്കിൽ അവരത് ചെയ്യുമായിരുന്നു. വേറൊരു കൂട്ടം അവർ അതിർകവിഞ്ഞ ആളുകളാണ്. കാഫിറുകളുമായി കച്ചവടം നടത്താൻ പാടില്ല. അതുപോലെ തന്നെ അവരോട് ഭക്ഷണം തന്നാൽ അത് തിന്നാൻ പാടില്ല. അവരുമായി കരാറുകൾ ഉണ്ടാക്കാൻ പാടില്ല, സന്ധി ഉണ്ടാക്കാൻ പാടില്ല. അതുപോലെ തന്നെ തിരിച്ചു ഉത്തരവിക്കാത്ത ആളുകൾക്കുണ്ടെങ്കിലും സഹായങ്ങൾ ചെയ്യാൻ പാടില്ല എന്നൊക്കെ പറഞ്ഞ് നടക്കുന്ന ചില ആളുകളുണ്ട്. നമ്മളതിനെ നിഷേധിക്കുന്നില്ല. അത് അതിര് വിട്ടവരാണ്. എന്നാൽ അഹ്ലുസുന്നത്ത് വൽ ജമാഅ നടുവിലുള്ളവരാണ്. എന്താണ് സുബ്ഹാനഹു വ തആല അവരോട് കൽപ്പിച്ചത്? ലാ തജിദു ഖൗമൻ യുഅ്മിനൂന ബില്ലാഹി വൽ യൗമിൽ ആഖിർ യുവാത്തൂന മൻ ഹാദ്ദല്ലാഹ വ റസൂലഹു. അള്ളാഹുവിനോടും റസൂലിനോടും എതിരിട്ട് നിൽക്കുന്ന ഒരു സമൂഹത്തെ സ്നേഹിക്കുന്നവരായിക്കൊണ്ട് നിനക്ക് മുഅ്മിനീങ്ങളെ കാണാൻ കഴിയുകയില്ല. ഇത് പറഞ്ഞപ്പോഴാണ് നേരത്തെ ദൂതനെ സ്നേഹിക്കണം, ആഹിയത്തെ വെറുക്കണം എന്ന് പറഞ്ഞ ആ വാക്കുകൾ ഓർമ്മ വരുന്നത്. അതേ, ജൂതനെ സ്നേഹിക്കണമെന്ന് പറഞ്ഞു. അപ്പൊ നമ്മൾ മറുപടി പറഞ്ഞു. അവരെന്താ ചെയ്തത്? അവരാ ഭാഗം കട്ട് ചെയ്ത് ഒഴിവാക്കി. ഷെർ അവിടെ തീർന്നോ? അവിടെ അതിന്റെ ഷെർ തീർന്നില്ല. മറിച്ച് മറുപടിയായ ഒരാൾ എഴുത്തുമായി രംഗത്തിറങ്ങി. തിരുവനന്തപുരത്തുള്ള ജമാൽ ആറ്റിങ്ങൽ എന്ന് പറയുന്ന ഒരാൾ എഴുത്തെഴുതുകയാണ്, പ്രബോധകനാണ്. നിസാരക്കാരനല്ല, അവരുടെ കൂട്ടത്തിൽ നിസാരക്കാരനല്ലാത്ത ഒരാളാണ്. എഴുത്തെഴുതുകയാണ്. ഇതിനെതിരെ, ഈ അൽ വലാ വൽ വറാഇന്റെ ആശയത്തിനെതിരെ, ദൂതനെ സ്നേഹിക്കണോ വേണ്ടേ ചർച്ച നടത്തുകയാണ്. അവസാനം CP സലീം പറഞ്ഞത് ശരിയാണ് എന്ന് സ്ഥാപിക്കുകയാണ്. അപകടം എവിടെയാണ്? ഷോർട്ട് ക്ലിപ്പ് അത് കട്ട് ചെയ്ത് കളഞ്ഞു. ബാക്കി ഫത്വ പ്രസിദ്ധീകരിച്ചതിൽ കാര്യമില്ല എന്ന് ഈ എഴുത്തിൽ നമുക്ക് മനസ്സിലായി. ആ ആളാണ് ദമ്മാജി അഖി എന്നൊക്കെ പറഞ്ഞിട്ട് ഒരു പുതിയ ലേഖനം എഴുതിയിട്ടുള്ളത്. യഥാർത്ഥത്തിൽ അങ്ങനെയുള്ള ലേഖനങ്ങൾ ഇൻഷാ അല്ലാഹ് ആളുകൾക്ക് പഠിക്കാൻ പറ്റട്ടെ. ഇങ്ങനെയുള്ള ആളുകളുടെ സംസ്കാരം. ആ ലേഖനവുമായി ബന്ധപ്പെട്ട ചില കാര്യങ്ങളും സൂചിപ്പിക്കേണ്ടതുണ്ട്. എന്താണത്? ദമ്മാജി എന്ന് പറഞ്ഞുകൊണ്ട് ഇങ്ങനെയുള്ള ആളുകൾ കൊണ്ടുവരുന്നത് പലപ്പോഴും നിയാബിനെ പോലുള്ള സക്കരിയ സലാഹിയുടെ കൂടെ സംഘടനയിൽ നിന്ന് സ്പ്ലിറ്റായ സംഘടനയില്ലാത്ത മുജാഹിദുകൾ. നമ്മൾ മുജാഹിദുകളല്ല എന്ന് നമ്മൾ തുറന്നു പറയുന്നവരാണ്. നമ്മളുടെ മുൻഗാമികൾ മുജാഹിദുകളല്ല. നമ്മളുടെ മുൻഗാമികൾ അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിന്റെ ഇമാമിങ്ങളാണ്. അശ്ശൈഖ് സ്വാലിഹ് ഫൗസാൻ ഹഫിദഹുല്ലാഹ്, അശ്ശൈഖ് ഇബ്നു തൈമിയ്യ റഹ്മത്തുള്ളാഹി. നമ്മളത് പറയുന്നു. യമനിൽ ഇന്ന് പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്ന അശ്ശൈഖ് യഹ്യ ഹഫിദഹു അഭിമാനത്തോടെ പറയട്ടെ, ഞങ്ങൾ അദ്ദേഹത്തെ വലിയ ആലിമായിട്ടും അദ്ദേഹത്തെ കാലഘട്ടത്തിലെ ഇസ്ലാമായിട്ടും കാണുന്നവരാണ്. ഞങ്ങൾ അദ്ദേഹത്തിനെതിരെ ആക്ഷേപം അഴിച്ചുവിടാൻ ഇവർ മറന്നിട്ടില്ല.